അഭിമുഖം. ആകാശവാണി കവരത്തിയുടെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അഭിമുഖം പരിപാടിയിൽ നമ്മളോടൊപ്പമുള്ളത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ NHM ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി വാഹിദ. വേൾഡ് ബൈപോളാർ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ഈ വർഷത്തെ ലോക ബൈപോളാർ ദിനത്തിൻ്റെ തീം ബൈപോളാർ സ്ട്രോങ് എന്നതാണ്. ബൈപോളാർ ഡിസോർഡർ ബാധിച്ച ആളുകളുടെ പ്രതിരോധശേഷി, ഐക്യം, ശക്തി എന്നിവ ഈ തീം എടുത്തു കാണിക്കുന്നു. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട അപമാനത്തെ ചെറുക്കുന്നതിന് വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ പങ്കിടാനും അവബോധം പ്രചരിപ്പിക്കാനും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ബൈപോളാർ ഡിസോർഡറുള്ള ആളുകളോട് സഹാനുഭൂതിയും പിന്തുണയും വർദ്ധിപ്പിക്കുക, രോഗത്തെ നേരിടുന്ന വ്യക്തികളെ ശാക്തീകരിക്കുക, സമൂഹബോധം സൃഷ്ടിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. മാർച്ച് 30 വേൾഡ് ബൈപോളാർ ഡേ ആചരിച്ചത്. ഇന്ന് വേൾഡ് ബൈപോളാർ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ വേൾഡ് ബൈപോളാർ ഡേയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതെ, പറയാലോ. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം, അതായത് പ്രധാന ലക്ഷ്യം ബൈപോളാർ ഡിസോർഡറിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ എത്തിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റിഗ്മ, അതായത് വിശ്വാസമില്ലായ്മ കുറയ്ക്കുക. അതായത് അവർക്ക് ഇങ്ങനത്തെ ഒരു ഡിസോർഡർ ഉണ്ട്, അത് നമുക്ക് സൈക്യാട്രിയിലുള്ള ഒരു അസുഖമാണ്, അത് ചികിത്സിക്കാവുന്ന ഒരു അസുഖമാണ് എന്ന ഒരു അറിവ്, അവയർനെസ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് പറയുന്നത് വെച്ചാൽ ആളുകൾക്ക് ചികിത്സ നേടാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുക. അതായത് പലരും ഇത് ചികിത്സിക്കാൻ മടി കാണിക്കുന്നത് കൊണ്ടാണ് കുറച്ചും കൂടെ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പം ഈ തുടക്കത്തിൽ തന്നെ ഇത് ചികിത്സിക്കാനുള്ള ധൈര്യവും അവർക്കുള്ള സപ്പോർട്ടും നമ്മൾ കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. പലരും ഇന്നും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ തുറന്ന് പറയാൻ ഭയപ്പെടുന്നു. അതിനെ മാറ്റാനായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ദിനങ്ങൾ ആചരിക്കുന്നത്. ഈ ഡിസോർഡർ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്? അതായത് ഈ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മാനസികാരോഗ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഓരോ വ്യക്തിയുടെ മൂഡ് അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് 2 അതിരുകൾക്കിടയിൽ മാറിക്കൊണ്ടിരിക്കും. അതായത് ഒന്നാമത്തേത് മാനിയയായിട്ടും രണ്ടാമത്തേത് ഡിപ്രഷനായിട്ടും. അതിൽ മാനിയ സമയത്ത് അയാൾക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, അമിതമായിട്ടുള്ള സന്തോഷം, അധികമായിട്ടുള്ള ഊർജം, കുറഞ്ഞ ഉറക്കം, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. നേരെ മറിച്ച് ഡിപ്രഷൻ സമയത്തിലാണെങ്കിൽ വിഷാദം, തളർച്ച, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ചിലപ്പോൾ ആത്മഹത്യ ചിന്തകൾ വരെ ഉണ്ടാകാം. ഇത് വ്യക്തിയുടെ ജോലി, പഠനം, കുടുംബ ബന്ധങ്ങൾ, സമൂഹവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എന്നിവയൊക്കെ സാരമായിട്ട് ബാധിച്ചേക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബൈപോളാർ ഡിസോർഡറിനെ കുറിച്ചാണല്ലോ. ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് പല വിധത്തിലുള്ള കാരണങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒന്നാമത് വരുന്നത് ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ജനിതക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബൈപോളാർ ഡിസോർഡർ ഉണ്ടാകാം. രണ്ടാമത്തത് നമ്മൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചെറിയ രാസമാറ്റങ്ങൾ, അതായത് ചെറിയ ബ്രെയിനിൽ ഉണ്ടാകുന്ന നമുക്ക് പല ഹോർമോൺസ് നമ്മൾ ബ്രെയിനിൽ നമുക്ക് പ്രകടിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ആ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസോർഡർ ഉണ്ടാവാം. പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, കൂടുതലായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ ഇതിന് കാരണങ്ങളായി നമുക്ക് കാണപ്പെടുന്നു. പലപ്പോഴും ഇത് ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമല്ല വരുന്നത്, പല കാരണങ്ങളുടെയും കൂടിച്ചേർന്നുള്ള ഒരു ഫലമായിട്ടാണ് ഈ ഒരു ഡിസോർഡർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് സാധാരണ മൂഡ് സ്വിങ്സിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നമുക്ക് സാധാരണ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ദിവസത്തിൽ തന്നെ 3, 4, 5 പ്രാവശ്യം നമ്മളെ മൂഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ബൈപോളാർ ഡിസോർഡറിലെ മാറ്റങ്ങൾ ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കും. അതും നമ്മൾക്ക് ഭയങ്കര തീവ്രമായിട്ട് തന്നെയായിരിക്കും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ ദൈനംദിന ജീവിതത്തിലും ഡെയിലി ലൈഫിലുള്ള നമ്മളെ എല്ലാ കാര്യങ്ങളും, ആക്ടിവിറ്റീസിനെയൊക്കെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതും ആ ഒരു ബൈപോളാർ ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് കുറഞ്ഞ സമയമായിരിക്കും നമുക്കുണ്ടാവും. ഇപ്പം നമുക്കൊരു പെട്ടെന്നൊരു നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ പാരൻസ് പറയുമ്പോൾ നമ്മൾ മൂഡ് ഓഫ് ആയി കളയുന്നു. അത് ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ മൂഡ് നമ്മളത് മാറും. നേരെ മറിച്ച് ബൈപോളാർ ഡിസോർഡറിൽ അങ്ങനെയല്ല. ആ ഡിസോർഡറിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ആ ഒരു മൂഡ് സ്വിങ്സ് ചിലപ്പം ആഴ്ചകളോ, തുടക്കത്തിൽ ഒരു ആഴ്ചകൾ നീണ്ടു നിൽക്കും, പിന്നെ അത് മാസങ്ങളോളം നീണ്ടു നിൽക്കും. അങ്ങനെ അത് നമ്മളെ ജീവിതത്തിൽ മൊത്തമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കും. അത് നല്ല തീവ്രമായിട്ട് തന്നെയായിരിക്കും അതിൻ്റെ നമുക്ക്
അനുഭവപ്പെടാനുണ്ടാകുന്നത്. അതുപോലെ തന്നെ അത് നമ്മളെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന ഓരോ ആക്ടിവിറ്റീസ്, ഇപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ബാധിക്കും. പിന്നെ നമ്മളെ വർക്കിനെ ബാധിപ്പിക്കും, നമ്മളെ ഫാമിലിയുമായിട്ടുള്ള നമ്മളെ സപ്പോർട്ടിനെ ബാധിപ്പിക്കും. ഇതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. നോർമലായിട്ടുള്ള ഒരാളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട് നോർമലായിട്ടുള്ള ഒരാളിൽ നിന്നും. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് വിശദീകരിക്കാമോ? പറയാമല്ലോ. ഇതിന് പ്രധാനമായിട്ട് 2 ഘട്ടത്തിലും 2 തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മാനിയ ഘട്ടത്തിലും ഡിപ്രഷൻ ഘട്ടത്തിലും 2 ഘട്ടത്തിലായിട്ടാണ് ഈ ഒരു ഡിസോർഡർ കാണുന്നത്. മാനിയ ഘട്ടത്തിലാണെങ്കിൽ വളരെയധികം സംസാരിക്കും, അതായത് ഒരു നോർമൽ മനുഷ്യൻ സംസാരിക്കുന്നതിലും കൂടുതലായിട്ടും ഓവർ ടോക്കറ്റീവായിട്ട് സംസാരിക്കും. രണ്ടാമത് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഉറക്കമായിരിക്കും അവർക്ക് ഉണ്ടാവുക, അനുഭവപ്പെടുന്നത്. ഉറക്കം വളരെ കുറവായിരിക്കും. മൂന്നാമത് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള കോൺഫിഡൻസ്, ഓവർ ആത്മവിശ്വാസം, അതായത് എനിക്കെല്ലാം സാധിക്കും, ഞാനാണ് വലിയവൻ. അപ്പം എല്ലാം കൊണ്ടും സ്വന്തമായിട്ട് നമുക്കൊരു ഓവർ കോൺഫിഡൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അപകടമായിരിക്കും. അപകടകരം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പിന്നെ നമുക്ക് തോന്നും. പക്ഷെ ഒരു ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിക്കെങ്കിൽ അത് ഫീൽ ചെയ്യൂല. അപ്പോൾ അയാൾ പെട്ടെന്നൊരു ചാടിയൊരു തീരുമാനം എടുക്കും, അത് അപകടത്തിലേക്കുള്ളൊരു തീരുമാനമായിരിക്കും. നേരെ മറിച്ച് ഡിപ്രഷൻ ഘട്ടത്തിലെങ്കിൽ അയാൾ ഒരു സാഡ്നെസ്, വിഷാദമുണ്ടാകും. പിന്നെ ക്ഷീണം, ഫുൾ ടൈം ഒരു കിടക്കാനും അകത്തിരിക്കാനും ഇരുട്ട് റൂമിലിരിക്കാനും അങ്ങനെയൊക്കെ ആയിരിക്കും അയാൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഒന്നിനോടും താല്പര്യം ഉണ്ടാവുക. ഇപ്പം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും, ആ ഒരു രോഗിയോട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട്, ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ, ഒന്നിനോടും അയാൾക്കൊരു താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ അവരിൽ കൂടുതലും സൂയിസൈഡായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. എന്ത് ചെയ്താലും സ്വയമായിട്ട് മരിക്കാനുള്ള ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ലക്ഷണങ്ങൾ, രണ്ടിലും, മാനിയയിൽ സെപ്പറേറ്റ് ആയിട്ടും ഡിപ്രഷനിലും വേറെ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ ബൈപ്പോളാർ ഡിസോർഡറിനെ കുറിച്ച്. ഇതിന് ചികിത്സയുണ്ടോ? ചികിത്സിക്കാനാകുമോ? തീർച്ചയായും ഇതിന് ചികിത്സിച്ചാൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണിത്. ഇത് ചികിത്സിക്കാവുന്ന ഒരവസ്ഥ തന്നെയാണ്. നമുക്ക് മരുന്നുകളുണ്ട്, കൗൺസിലിങ്ങും നല്ല രീതിയിൽ നിയന്ത്രിക്കാവുന്ന ഒരു അസുഖമാണ്. അതായത് നേരത്തെ തന്നെ ചികിത്സ തേടുന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ചിലപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുവരുന്നത് ഒരു സൈക്യാട്രിക് അസുഖമൊക്കെ വന്നാൽ ഇനി ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടാലായിരിക്കും ആളുകൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. തുടക്കത്തിൽ തന്നെ അതിൻ്റെ 1-2 ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ് തുടക്കത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത്. പിന്നെ ചികിത്സ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വൈകിപ്പിക്കുകയോ ചെയ്താൽ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ഇതിന് 3 ഘട്ടത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭ്യമാണ്. ഒന്ന്, നമുക്ക് മരുന്നുകൾ, അതായത് മൂഡ് സ്റ്റെബിലൈസർ, ആൻറ്റി ഡിപ്രസൻറ്റുകൾ, ഇത്തരത്തിലുള്ള മെഡിസിൻസ് കൊണ്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി. അതായത് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും മിക്കവർക്കും ഉണ്ടാവുന്നത്. അപ്പം ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവരൊന്നിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും ആൾക്കാരില്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള അസുഖത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നത്. അപ്പം കൗൺസിലിങ്ങിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയത്തിലൂടെയും നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. മൂന്നാമത്തത്, നമ്മളെ ചുറ്റുപാടുമുള്ള സഹായത്തിന് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മാറ്റി, അതായത് നമ്മളെ കുടുംബം, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മുടെ സൊസൈറ്റി, ഇവരിൽ നിന്ന് സപ്പോർട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു അസുഖത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. ലക്ഷദ്വീപിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗകര്യങ്ങളുണ്ടോ? തീർച്ചയായും. നമുക്കിവിടെ ലക്ഷദ്വീപിൽ സൈക്യാട്രിസ്റ്റ് അവൈലബിൾ ആണ്, സൈക്കോളജിസ്റ്റ് ലഭ്യമാണ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ഉണ്ട്, കൗൺസിലറുണ്ട്. അപ്പം ഇതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ മിക്ക ആൾക്കാരും ഇതിനായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് പറയുന്നത്. അപ്പം ലക്ഷദ്വീപിൽ ഇപ്പം നിലവിൽ അഗത്തിയിൽ ഒരു സൈക്യാട്രിസ്റ്റിന് ലഭ്യമാണ്. അപ്പം വീട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ വന്ന് കൗൺസിലിംഗ് എടുക്കുന്നത് ഒരു നാണക്കേടായിട്ട് ആൾക്കാർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു തുടക്കത്തിലൊരു അസുഖം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ടെലിമനസിൻ്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഫോൺ ചെയ്താൽ അവിടുത്തെ സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സുമാണ് ഫോൺ അറ്റൻഡ് ചെയ്യുക. അപ്പം അവരതിന് വേണ്ട കൗൺസിലിങ്ങും ഗൈഡൻസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അവരിൽ അതുങ്ങാത്ത കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസെങ്കിൽ അവർ ഓൺ ഫോണിൽ തന്നെ അവർ സൈക്യാട്രിസ്റ്റിനെ കണക്ട് ചെയ്യുകയും നമുക്ക് സൈക്യാട്രിസ്റ്റുമായിട്ടുള്ള സംഭാഷണം അവിടെ നമുക്ക് അവർ വെച്ച് തരുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഈ വേൾഡ് ബൈപ്പോളാർ ഡേ മാർച്ച് 30 ആചരിക്കുന്നത്? അതിനൊരു വലിയൊരു സ്റ്റോറി തന്നെയുണ്ട് വേൾഡ് ബൈപ്പോളാർ ഡേയിനത്. അത് മൊത്തമായിട്ട് പറയുന്നില്ല, ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം. അതായത് ഒരു പ്രശസ്ത ചിത്രകാരൻ, അതായത് ഒരു പെയിൻറ്ററായിരുന്നു. ചരിത്രത്തിൽ നമുക്കറിയപ്പെടുന്ന ഒരാളാണ് ചിത്രകാരനായിട്ടുള്ള വിൻസെൻ്റ് വാൻ ഗോങ്ങിൻ്റെ ജന്മദിനമാണ് മാർച്ച് 30. ഇനിയിപ്പം വിൻസെൻ്റ് വാൻ ഗോങ് ആരെന്നായിരിക്കും നിങ്ങൾക്കുള്ള സംശയം. അതൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. വിൻസെൻ്റ് വാൻ ഗോങ് ഒരു ബൈപ്പോളാർ ഡിസോർഡറിലുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ അയാൾക്ക് അത് ബൈപ്പോളാർ ഡിസോർഡർ ആണെന്ന് അയാളുടെ മരണം വരെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല.
അയാൾ വലിയൊരു പെയിൻറ്ററായിരുന്നു. അയാൾ ജീവിതത്തിലുടനീളം അയാളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അയാൾ വരയ്ക്കുമായിരുന്നു. അത് അയാളുടെ ഒരു 27-ാമത്തെ വയസ്സിലൊക്കെ കഴിഞ്ഞപ്പോൾ അയാളൊരു പെയിൻറ്ററായിട്ട് തന്നെ ആൾക്കാർക്ക് അറിയുന്നത്. അപ്പം അയാൾക്ക് പൈസക്കുള്ള ബുദ്ധിമുട്ടും ബാക്കി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും കാരണം അയാൾ ലോകത്തിൽ അറിയപ്പെട്ടിട്ടില്ല. അയാളുടെ മരണം വരെ അയാൾ അറിയപ്പെട്ടിട്ടില്ല. അവസാനം ഒരു കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ അയാളുടെ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആൾക്കാരുടെ ശ്രദ്ധയിലായി. പക്ഷേ അയാളൊരു 37-ാമത്തെ വയസ്സൊക്കെ ആകുമ്പം അയാൾ മരിച്ചുപോയി. ആ മരണത്തിന് ശേഷമാണ് ഇയാളുടെ ചിത്രങ്ങൾ ആളുകൾ കുറച്ചും കൂടെ നോക്കുന്നതും ഓരോ ചിത്രത്തിലും ഓരോരോ അതായത് അയാളുടെ മനസ്സിലുള്ള ഓരോ സ്ട്രെസ്സുകളും കാര്യങ്ങളുമാണ് ഓരോ ചിത്രത്തിലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ അയാളുടെ മരണശേഷം വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പെയിൻറ്ററായിട്ടാണ് അയാൾ ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്നത്. അതാണ് അയാളുടെ ആ ഒരു ഡിസോർഡറുമായിട്ട് ബന്ധിപ്പിച്ച് ആ ഒരു ദിവസത്തെ നമ്മൾ അയാൾക്ക് മരണാനന്തരമായി അയാൾക്ക് ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ വേൾഡ് ബൈപ്പോളാർ ഡേ മാർച്ച് 30 അതുകൊണ്ടാണ് ആചരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിൻസെൻ്റ് വാൻ ഗോഗിനെ കുറിച്ച് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹം ഒരു മാനസിക രോഗങ്ങളെ നേരിട്ടിട്ടുണ്ടെങ്കിലും തൻ്റെ വികാരങ്ങളും തന്നിലെ വേദനകളും അയാളുടെ വരയിലൂടെ, അതായത് അയാളൊരു ചിത്രകാരനായതുകൊണ്ട് അയാളുടെ വരയിലൂടെ അയാൾ പുറത്തുവിട്ടു. അത് നമ്മെ പഠിപ്പിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് പല കഴിവുകളും എന്തായാലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവുമല്ലോ. ആ കഴിവുകളെ, അതായത് ആ കഴിവുകളൂടെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും. അതാണ് അയാളുടെ ലൈഫിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഈ ബൈപ്പോളാർ ഡിസോർഡർ നമ്മുടെ ലക്ഷദ്വീപിലുണ്ടോ? ഇവിടെ സാധാരണയായിട്ട് കണ്ടുവരുന്ന കോമൺ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിലൊന്നാണ് ബൈപ്പോളാർ ഡിസോർഡർ. നമ്മുടെ ഇവിടെ ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അനുഭവങ്ങളാണ് നിങ്ങളുടെ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളത്? അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ പലരും ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് വരാൻ താമസിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അവരുടെ കുടുംബങ്ങൾക്കും ഇതൊരു അസുഖമാണ് എന്ന് തിരിച്ചറിയുന്നില്ല. പെട്ടെന്നൊരു സാധാരണ നോർമലായിട്ട് പോകുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സാഡ്നെസ് അല്ലെങ്കിൽ ഡിപ്രഷനായിട്ട് വീട്ടിൽ കിടക്കുമ്പം അവർ അതിനെ സൈക്യാട്രിക് ഡിസോർഡർ എന്നതിലുപരി അവരതിനെ കുറച്ചും കൂടെ മോറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. എല്ലാം പോയിട്ട് ഇനിയൊരു ഇതിൽ ശരിയാവുന്നില്ല എന്ന് കണ്ടാലാണ് അവർ സൈക്യാട്രിക് കൺസൾട്ടേഷന് വരുന്നത്. അപ്പം അങ്ങനെയല്ല, മോറൽ ട്രീറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോയിക്കോ. അതിൻ്റെ ഒന്നിച്ച് നിങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിക്കുന്നത്, അതായത് ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഓവറായിട്ടുള്ള സംസാരം, പിന്നെ ഉറക്കമില്ലായ്മ, ഭക്ഷണത്തിനോടൊന്നും താല്പര്യമില്ല, പിന്നെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഫുൾ ടൈം വീട്ടിനകത്ത് ഇരുട്ടത്ത് കിടക്കുക, പുറത്തുള്ള ആൾക്കാർ വന്നാൽ സംസാരിക്കുക, ഇത്തരത്തിലുള്ള ഒരു സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മിക്ക ആൾക്കാരും നമ്മുടെ ലക്ഷദ്വീപിൽ കോമൺ ആയിട്ട് കാണിക്കുന്നത് ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് അവർ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് ഇതൊരു അസുഖമായിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അതാണ് മാറ്റിയെടുക്കേണ്ടത്. ആദ്യമായിട്ട് അവരുടെ ആ ഒരു സ്റ്റിഗ്മ മാറ്റിയെടുക്കുക. ഈ ചെറിയ ചെറിയ സിംറ്റംസ് ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാദ്യം നമ്മൾ ഉൾക്കൊള്ളുക. അങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്തും ശരിയാക്കാവുന്ന ഒരു അസുഖമാണ്. അതാണ് നമ്മുടെ ഇവിടെ മെയിനായിട്ട് ആൾക്കാരുടെ ഒരു മനോഭാവം. അതാണ്, ഇതൊരു അസുഖമല്ല, ആ ഒരു മനോഭാവം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വീടുകൾ സന്ദർശിക്കാറുണ്ടോ? സന്ദർശിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പം വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൈക്യാട്രിസ്റ്റ് നമ്മൾ വീടുകൾ സന്ദർശിക്കും. അപ്പോൾ നമ്മൾ കവരത്തിൽ മാത്രമല്ല ഓരോ ഇയറിലും എല്ലാ ഐലൻഡും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. 2-3 ദിവസം വെച്ച് ക്യാമ്പായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ആ ടൈമിൽ അപ്പോൾ അവിടുത്തെ മെഡിക്കൽ ഓഫീസേഴ്സ് പറയും ഇവർക്ക് ഇങ്ങനെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മിക്കതും ആ ഒരു ബൈപ്പോളാർ മാനിയായിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കും വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. അപ്പം നമ്മൾ ആ ടൈമിൽ പോയി അവരെ വീട്ടിൽ പോയിട്ട് കണ്ട് സംസാരിക്കും. നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവർക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു അസുഖമാണ്, നിങ്ങൾ ട്രീറ്റ് ചെയ്യണം, കറക്റ്റ് നിങ്ങൾ മെഡിസിൻ എടുക്കണം, ഓരോരോ 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യണം. ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടെങ്കിൽ ഫോൺ വിളിച്ചെങ്കിലും ഇയാളുടെ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് ഇന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഇന്നതൊക്കെ കൂറിയിട്ടുണ്ട്, അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ സൈക്യാട്രിസ്റ്റ് ഒരെണ്ണം ആയതുകൊണ്ട് ഫുൾ ടൈം എല്ലാ ഐലൻഡിലും പോയി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതായത് ഇയർലി ഓരോ ഐലൻഡ് നമ്മൾ വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് ആ സമയത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മാനസികമായിട്ടുള്ള രോഗമായതുകൊണ്ട്
സാധാരണയായിട്ട് ഡോക്ടർമാർ എന്തൊക്കെയാണ് നിർദ്ദേശിക്കാറുള്ളത്? സാധാരണ പേഷ്യൻ്റ്, അതായത് മിക്ക ആൾക്കാരും ഈ ഒരു അസുഖവുമായിട്ട് പോകുന്നതൊരു GDMOൻ്റെ അടുത്തായിരിക്കും, അതായത് മെഡിക്കൽ ഓഫീസറിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല, സൈക്യാട്രിക് ഡിസോർഡർ എന്നുള്ളൊരു മനസ്സിലാകാത്തത് കൊണ്ടാണ്. അപ്പോൾ അവരാണ് നമ്മളിലേക്ക് മിക്കവരും റെഫർ ചെയ്ത് വിടുന്നത്. നിങ്ങളൊന്ന് കൗൺസിലിംഗ് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഒന്ന് സൈക്യാട്രിക് കൺസൾട്ടേഷൻ എടുക്കുമെന്ന് പറഞ്ഞു വിടുന്നത്. അപ്പം അവിടെ നിന്നാണ്, അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഡോക്ടേഴ്സിന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഡോക്ടേഴ്സിന് മനസ്സിലാവുമ്പോൾ ഡോക്ടേഴ്സ് അവരെ സൈക്യാട്രിക് കൺസൾട്ടേഷനിലേക്ക് വിടും. അതിനുശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പം തുടങ്ങുമ്പം മിക്ക ആൾക്കാരിൽ ഇതൊരു 6 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതലായിട്ട് ഇതിൻ്റെ സിംറ്റംസ് കണ്ടിട്ടുണ്ടാകും. അപ്പം തുടക്കത്തിൽ എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു, ഈ ഒരു അസുഖമാണെന്ന് അറിയാത്തത് കൊണ്ടാണ് വരാത്തതെന്നാണ് അവർ പറയുന്നത്. അപ്പം അവയർനെസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ആ സമയത്ത് അവയർനെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാമിലി സപ്പോർട്ടും നമ്മുടെ സമൂഹത്തിലെ സപ്പോർട്ടും ഒക്കെ ഇതിനൊരു വലിയൊരു കാര്യം തന്നെയാണ്. ചെറിയൊരു കാര്യങ്ങൾ കണ്ടാലും അതിനെ അവർ എങ്ങനെയെങ്കിലും ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് എല്ലാവരോടും പറയാനുള്ളത്. ഇത് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണോ? പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാം. നമുക്ക് മറ്റേ അസുഖങ്ങൾ പോലെ തന്നെ ഇതിനും പാരമ്പര്യമായിട്ട് കിട്ടാവുന്ന അസുഖമാണ്. പക്ഷേ അത് എല്ലാവരിലും കിട്ടണമെന്നില്ല. നമുക്കിപ്പോൾ ബാക്കി അസുഖങ്ങൾക്കൊക്കെ പാരമ്പര്യമായിട്ടൊരു ഇത്ര പെർസെൻറ്റേജ് ചാൻസ് ഉണ്ടല്ലോ, അതുപോലെ ബൈപോളർ ഡിസോർഡറിന് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു അസുഖമാണ്. നമ്മളിവിടെ കോമൺ ആയിട്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ട്. ബൈപോളർ ഡിസോർഡർ പാരമ്പര്യമായിട്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും മുതിർന്നവർക്കുണ്ടെങ്കിൽ അത് വരുന്ന തലമുറയിലെ ആൾക്കാരിലും അത് കണ്ടുവരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ഇത്രയും സമയം നിങ്ങൾ എന്നെ കേട്ടതിന് നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഫസ്റ്റ് പറയാനുള്ളത്, മാനസികാരോഗ്യം നമ്മൾ ശാരീരികാരോഗ്യത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് സഹായം തേടുന്ന ഒരു നാണക്കേടായിട്ട് എടുക്കാണ്ട് സഹായം തേടുന്നത് നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ എടുക്കുക. നേരത്തെ തിരിച്ചറിഞ്ഞാൽ ശരിയായ ചികിത്സയിലൂടെ നമുക്ക് ഒരു വ്യക്തിയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ നമ്മുടെ മനസ്സിനെയും മറ്റുള്ളവരുടെ മനസ്സിനെയും ഒരുപോലെ കരുതണം. അതായത് നമുക്ക് അസുഖമില്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനോ നമ്മളെ സമൂഹത്തിനോ അസുഖമുണ്ടെങ്കിൽ അവരെ മനസ്സിനെയും നമ്മളെ മനസ്സായിട്ട് നമ്മൾ കരുതണം. ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതെ നമ്മൾ പിന്തുണ നൽകുക. ഇതാണ് നമുക്ക് ഇന്നത്തെ ഇതിൽ നമുക്ക് ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ സഹായം തേടുക. മാനസികാരോഗ്യം, ഒന്നും കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, മാനസികാരോഗ്യം ശാരീരികാരോഗ്യത്തോളം തന്നെ തുല്യമായ ഒന്നാണ്. അതിന് കൂടുതൽ നമ്മൾ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ശാരീരികാരോഗ്യത്തോളം ഒന്നും കൂടി കൂടുതൽ നമ്മൾ ശ്രദ്ധ നൽകേണ്ടത് മാനസികാരോഗ്യത്തിനാണ്. മാനസിക സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലേ? അതായത് നമ്മൾ സ്റ്റിഗ്മ നമ്മൾ മറികടന്ന് നമ്മൾ ഈ അസുഖത്തിലേക്ക് എനിക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഇല്ലാണ്ട് ഈ ഒരു അസുഖം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മളെല്ലാവരും മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ ഒരു അസുഖത്തെ പറിച്ചു നീക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ NHM ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി വാഹിദ. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളക്കപ്പാട.